കേരളത്തിൻ്റെ KPCC പ്രസിഡൻ്റായിരുന്നല്ലോ സുധാകരൻ ഞാൻ കണ്ണൂർ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് കരയാണ്. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് ആ ചരിത്രം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഈ CPM-ൻ്റെയും LDF-ൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിശ്ചയിച്ചുകൊണ്ട് ഒരുപടി നേരത്തെ തന്നെ പ്രചരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് LDF. എത്രത്തോളമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം മുമ്പ് 2ാം ടേം അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിൽ സൃഷ്ടിച്ച അഭൂതപൂർവമായ മുന്നേറ്റം, വികസന മുന്നേറ്റം, ജനപക്ഷ ഗവൺമെൻറ് എന്ന രീതിയിലുള്ള അതിൻ്റെ പ്രവർത്തനം എല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ജനങ്ങൾ ഏറ്റെടുത്ത ഈ വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി ചരിത്രത്തിൽ 2ാം ടേമാണ് അധികാരത്തിൽ വന്നതെങ്കിൽ വീണ്ടും ആ ചരിത്രം തിരുത്തിക്കുറിച്ച് 3ാം ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുടനീളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണമാറ്റത്തിന് ഒരു 26 ദിവസം മതി എന്നുള്ളതാണ് UDF പറയുന്നത്. ആ കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. അവർക്കിടയിലുള്ള പടയിലെ കുഴപ്പം ഇപ്പോൾ തീർന്നിട്ടില്ല. അവർക്ക് വേഗമൊന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. തീരുമാനിച്ചാൽ തന്നെ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കുറേ സമയം പിടിക്കും. കാരണം എല്ലാ സുധാകരൻ്റെയൊക്കെ കുഴപ്പം ഇപ്പോഴും തീർന്നില്ലല്ലോ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ കേരളത്തിൻ്റെ KPCC പ്രസിഡൻ്റായിരുന്നല്ലോ സുധാകരൻ ഞാൻ കണ്ണൂർ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് കരയാണ്. ഞാനിപ്പം കണ്ടത് അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസിൻ്റെ നിരവധി സീറ്റുകളിലുള്ള സ്ഥിതി അതാണ്. പിന്നെ മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപടി തെരയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഠന പണക്കങ്ങളാണ്. എല്ലാം കൊണ്ട് ഇവർക്ക് ഈ ഭരണം നടത്താനാവില്ല എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാ കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യതയോടുകൂടി വളരെ വ്യക്തതയോടുകൂടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിലേക്ക് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. സുധാകരൻ്റെ വിഷയം പറയുമ്പോൾ ഇപ്പുറത്തും സുധാകരൻ്റെ വിഷയം പറഞ്ഞാണ്. സുധാകരൻ്റെ വിഷയമില്ല. സുധാകരൻ നമ്മളെ പാർട്ടി തന്നെ ഇല്ല. പാർട്ടി തന്നെ അയാൾ തന്നെ സ്വയം പോയതാണ്. അതുപോലെയല്ല, ബാധിക്കില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളെ ഇതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് കൃത്യമായ ധാരണയുള്ളവരാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുന്നത്. 26 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ്. 26 ദിവസം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കും. കാരണം 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് ആ ചരിത്രം. അതാണ്. ഏതായാലും 26 ദിവസം മാത്രമാണുള്ളത്. ഏതായാലും 3ാം അധ്യായത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ തന്നെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബി ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂറിൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.